പാച്ച, ആ വെറ്റിലയിൽ ചുണ്ണാമ്പ് പാകത്തിനെ തേക്കാവൂ കേട്ടോ. കേട്ടോ തിരുമേനി, അടിയൻ പാകത്തിനെ തേക്കൂ. ഉവ്വ് പാകത്തിനെ തേക്കൂത്രേ. ശുംഭൻ, കഴിഞ്ഞ ദിവസേ നീ ചുണ്ണാമ്പ് തേച്ചിട്ട് നമ്മുടെ കവിള അങ്ങോട്ട് പൊള്ളി. അറിയോ മണ്ടാ നിനക്ക്? കണക്കായി പോയി. ഇയാളുടെ കവിളല്ല, ആസകലുണ്ട് പൊള്ളണം. എന്താ നീ ഈ പിറുപിറുക്കണത്? നമ്മെ പരിഹസിക്കുക. അയ്യോ തിരുമേനി, അടിയൻ നാമം ചൊല്ലിയതാണേ. ഘോഷവാ, ഇപ്പോഴാണോ നാമം ചൊല്ലണത്? ഏഭ്യൻ. അയ്യോ തിരുമേനി, ദേ രാട് നമ്മുടെ വാഴത്തൈ തിന്നുന്നു. ശുംഭൻ എന്നിട്ട് അത് കണ്ടിട്ട് നോക്കി നിൽക്കല്ലേ? എറിഞ്ഞു ഓടിക്കുക ആ ശ്രീകരത്തെ, അല്ലെങ്കിൽ നോം തന്നെ അങ്ങോട്ട് എറിയാം. ഹൈ ഹൈ, അതങ്ങട്ട് ഏറ്റുട്ടോ പാച്ച. ആരാടാ എന്റെ ആടിനെറിഞ്ഞത്? ധൈര്യമുള്ളവൻ ഇങ്ങോട്ട് വാടാ. ഏത് നമ്പൂതിരിയായാലും എന്റെ സ്വഭാവം മാറും. ഞാൻ തന്നെയാ തന്റെ ആടിനെറിഞ്ഞത്. എന്താ എന്റെ വാഴത്തൈ തിന്ന എനി എറിയും, വേണ്ടി വന്ന തന്നെ എറിയും. അത്രക്കായോ? താൻ എന്നെ എറിയല്ലേ? എന്നാ കാണട്ടെ. ആ, താൻ പോയി എന്റെ വാഴത്തൈ അങ്ങോട്ട് തിന്ന, അപ്പ കാണാം നോം എറിയണത്. ആ ഇത്തവണത്തെ കൃഷി ഗംഭീരായി അല്ലേ? തിരുമേനി, ഉഗ്രൻ വിളവാ. എങ്ങനെ ഉഗ്രനാവാതിരിക്കും? നോമല്ലേ വിത്തളന്ന് കൊടുത്തത്. നോമിന്റെ കൈപുണ്യം അത്രക്കുണ്ട്. ഒരു കൈപുണ്യം, ആ കൈ കൊണ്ട് 10 രൂപ വാങ്ങിയ കൊണ്ടം പിടിക്കില്ല. എന്നിട്ട് കൈപുണ്യം മാത്രം. എന്താ നീ ഈ പിറുപിറുക്കണത്? ഉറച്ചങ്ങോട്ട് പറയ. അതെ, തിരുമേനിയുടെ കൈപുണ്യം ഒന്നാം തരമാണെന്ന് പറയുകയായിരുന്നു. അങ്ങനെ തന്നെ ഒന്നുകൂടി അങ്ങോട്ട് പറയാ. നിനക്ക് നാം ഒരു 10 ഉറുപ്പിക അങ്ങോട്ട് തരണുണ്ട്. ഹായ്, രക്ഷപ്പെട്ടു. അയ്യോ തിരുമേനി, രക്ഷിക്കണേ രക്ഷിക്കണേ. ഹൈ, ഒരു കരച്ചിൽ കേൾക്കണുണ്ടല്ലോ. ആരോ നമ്മുടെ അടുത്തേക്ക് വരണുണ്ട്. അയ്യോ തിരുമേനി, അടിയനെ പാമ്പ് കടിച്ചേ. അയ്യോ, അടിയനെപ്പം ചത്തുപോകുമേ തിരുമേനി. ഹൈ, അതിനാണോ നീ ഇത്രയ്ക്ക് കരയണത്? അതെ, എവിടെയാ പാമ്പ് കടിച്ചത്? അടിയന്റെ അരയിലാണ് തമ്പ്ര. അയ്യോ, അടിയനിപ്പം ചാകും തമ്പ്ര. ഹൈ, ഇത്രയുള്ളോ? വേഗം ഒരു കയറെടുത്തേ 2 കാലുകളിലും ഓരോ കെട്ടങ്ങട്ട് കിട്ടുക. വിഷം താഴേക്ക് ഇറങ്ങില്ല. അപ്പോ വിഷം മുകളിലേക്ക് കയറില്ലേ തമ്പ്ര? വിഡ്ഢി, അതിനല്ലേ അരക്കെട്ടുള്ളത്. ശുംഭൻ, പോവങ്ങട്ട്. ഹൈ, ആ കൊശവൻ കാര്യസ്ഥനെ കാണുന്നില്ലല്ലോ. എന്നും വൈകി വരണത് ഒരു ശീലാക്കിയിരിക്കണോ ശുംഭൻ? എടോ ശപ്പ, നിന്നോട് നോമിന്നല്ലേ പ്രത്യേകം പറഞ്ഞതല്ലേ നേരത്തെ ഇങ്ങോട്ട് വരണോന്ന്? ബാങ്കിൽ പോവാനേ ഇപ്പൊ തന്നെ സമയം അങ്ങോട്ട് വൈകിയിരിക്കണോ? അതിനത്രയ്ക്കൊന്നും വൈകിട്ടില്ല തിരുമേനി. നമുക്ക് വേഗം അങ്ങോട്ട് നടന്നാ മതി. നാവടക്കി വേഗം അങ്ങോട്ട് നടക്കുക. പുതിയ മാനേജരാ. ലോൺ കിട്ടൂലെങ്കിൽ ഇത്തവണത്തെ കൃഷി ആകെ നാശാവും. ഗുരുവായൂരപ്പ കാത്തോളണേ. ഒരു 10 ലക്ഷം രൂപ ആ ഈസിലിട്ടെങ്കിൽ ഇപ്പൊ 20 ആയേനെ. അന്നേ ഞാൻ പറഞ്ഞതാ. ശുംഭ, നമ്മെ പെരുവഴിയിലാക്കാൻ തന്നെയാ തന്റെ പുറപ്പാട് അല്ലേ? ആ തിരുമേനി, ദേ ബാങ്ക് എത്തി. മാനേജറെ കണ്ട് വേഗം കാര്യങ്ങൾ അങ്ങോട്ട് പറയുക. ഇപ്പം കൃഷി ലോണൊന്നും കൊടുക്കുന്നില്ല തിരുമേനി. പിന്നെ വല്ല പശുവിനും ആടിനും ഒക്കെ ആണെങ്കിൽ തരാം. ഹൈ, പശുവിനും ആടിനും ലോൺ കൊടുക്കും. മനുഷ്യനായ നമുക്ക് ലോണില്ല. ഇതെവിടുത്തെ ന്യായ മാനേജറെ? നമുക്ക് ലോൺ കിട്ടിയേ പറ്റൂ. അതുമാത്രമല്ല തിരുമേനി, എനിക്ക് പരിചയമില്ലല്ലോ. പരിചയമുള്ളവർക്ക് ലോൺ കൊടുക്കാവൂ. അത്രേ ഉള്ളോ? ദാ നമുക്ക് അങ്ങോട്ട് പരിചയപ്പെടാം. നോം മുകുന്ദൻ തിരുമേനി, തൃപ്പൂണിത്തറ സ്വദേശം, വരിക്കാശ്ശേരി ഇല്ലം. എന്താ പോരെ? ഇനി തന്റെ പേരും വീട്ടുപേരും അങ്ങോട്ട് പറയാ. ഇനി ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? അത്രേ ഉള്ളൂ കാര്യം. പാച്ചാ, സദ്യ കേമായി ലേ. ഹൗ, വയറങ്ങട്ട് പൊട്ടാറായി. എങ്ങനെയാലും ഇല്ലത്തങ്ങട്ട് 8 കിട്ടിയാ മതിയായിരുന്നു. ഇങ്ങനൊരു പൊണ്ണം തിരുമേനി വലിച്ചു വാരി തിന്നും, എന്നിട്ട് നടക്കാൻ മടിയും. നടക്കാൻ വയ്യെങ്കിൽ കാർ എടുത്തു കൂടായിരുന്നോ തിരുമേനി? എങ്കിലിപ്പൊ ഇല്ലത്തെത്തിയേനെ. ശുംഭൻ, കാറിലെ പച്ചവെള്ളമല്ല ഒഴിക്കണത്, അറിയോ നിനക്ക്? ആ കാറ് വാങ്ങിയതോടെ നാം മുടിഞ്ഞു. ആ കുന്ത്രാണ്ടത്തിനാണെങ്കിൽ എന്നും പണിയാ, നാശം. പാച്ചാ, അതാ ആ കടയുടെ മുന്നിലേ കുറച്ചു നേരം ഇരുന്നിട്ട് പോവാം. കാലിന് വല്ലാത്ത വേദന. ഓ, ഇരിക്കാൻ തിരുമേനി. ഹൗ, നടന്ന് തളർന്നു.
ഇപ്പഴാ ഒരാശ്വാസായത്. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. തിരുമേനി, ഒരു ഭ്രാന്തൻ. അയാളുടെ നോട്ടം തിരുമേനിയുടെ നേരെയാ. എന്താ ചെയ്യാ? കൃഷ്ണ ഗുരുവായൂരപ്പ, നമ്മെ കാത്തു രക്ഷിക്കണേ. ഭ്രാന്തൻ തിരുമേനി, ഇവിടുത്തെ ഭ്രാന്താശുപത്രി എവിടെയാണോ? അത് നേരെ കിഴക്കോട്ടങ്ങട്ട് നടത്തോളൂ. അവിടെ ഒരെണ്ണുണ്ട്. 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ. ഹൗ, രക്ഷപ്പെട്ടു. ചെങ്ങാതി, താൻ എന്റെ അച്ഛനെ കണ്ടോ? ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴിയാ. ഇവിടെ വരെ ഉണ്ടായി. അയ്യോ, ഞാൻ കണ്ടില്ല. ദേ, ആ തിരുമേനിയോട് ചോദിക്ക്. അങ്ങനെ കുറെ നേരമായി ഇവിടെ ഇരിക്കുന്നു. തിരുമേനി, ഒരു വയസ്സായ ആള് ഇതിൽ പോകുന്നത് കണ്ടോ? ഒരു വയസ്സായ ആളെ നോം കണ്ടില്ല. 19 വയസ്സുള്ള ഒരാള് അങ്ങോട്ട് നടന്നു പോണത് കണ്ടു. ഈരാറ്റുപേട്ട മൂവാറ്റുപുഴ വഴി എങ്ങോട്ടോ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കട്ടത്തടിയിലിരിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ, ഈ കുന്ത്രണ്ടം എപ്പോഴാണാവോ പോകണത്? അല്ലാഹേ, ഇതെപ്പോഴാ പോകണത് അറിയോ? ആർക്കറിയാം? തനിക്കറിയാമെങ്കിൽ പറയാ. ആർക്കറിയാവോ ചോദിക്കാനൊന്നും നോമിനിപ്പോ നേരില്ല. അയ്യോ, ബസിന്റെ മണിച്ചരട് കാണുന്നില്ലല്ലോ. ഇതാരാ ഈ ചരട് എടുത്തത്? ചരട് കിട്ടാതെ വണ്ടി പോകില്ല കേട്ടോ, മനസ്സിലായോ? തിരുമേനി എന്താ അരയിൽ തപ്പുന്നത്? ഐ, നോമിന്റെ കോളകച്ചരട് അരയിലുണ്ടോന്ന് നോക്കിയതാ. ഹൗ, അങ്ങനെ ഒരു വിധം ഇതങ്ങട്ട് നീങ്ങി കെട്ടി. നോമെത്തുമ്പോഴേക്കും സദ്യ തീരുവാവോ? ഗുരുവായൂരപ്പ, സദ്യ തീരാതിരിക്കണേ. നാം ഒരു വഴിപാടങ്ങട്ട് നടത്തിക്കൊള്ളാമേ. ടിക്കറ്റ് 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 ടിക്കറ്റ്. ഇനി ആരാ ടിക്കറ്റ് എടുക്കാൻ? ടിക്കറ്റ് 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 ടിക്കറ്റ്. തിരുമേനി ടിക്കറ്റ് എടുത്തോന്ന്. ഹൈ, ഇപ്പൊ ടിക്കറ്റും കാണുന്നില്ലേ? നോം എടുത്തിട്ടില്ല, സത്യമായിട്ടും എടുത്തിട്ടില്ല. ആ മണിച്ചരട് എടുത്ത കള്ളം തന്നെയാവും ടിക്കറ്റും എടുത്തത് അല്ലേ? പാച്ചാ, വേഗം അങ്ങനെ നടന്നോളൂ കേട്ടോ. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്താലേ നോമ ആകെ നനയും. തിരുമേനി, മഴ ചാറി തുടങ്ങി. ഇവിടെ എങ്ങും വീടും കാണുന്നില്ലല്ലോ. നമ്മളിനി എന്ത് ചെയ്യും? കൃഷ്ണ ഗുരുവായൂരപ്പ, ആകെ നാശായല്ലോ. ഈ മഴയ്ക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പെയ്താ പോരെ? ആ ശ്രീകരം. തിരുമേനി, ദേ ആ മരത്തിന്റെ ചുവട്ടിൽ അങ്ങോട്ട് നിക്കാം. മഴ മാറിയിട്ടാവാൻ ഈ യാത്ര. ഹൗ, ഒരു വിധം അങ്ങോട്ട് രക്ഷപ്പെട്ടു. ഇനി മഴ മാറുന്നത് വരെ ഇവിടെ തന്നെ നിക്കാം അല്ലേ തിരുമേനി? ഹൈ പാച്ച, ഇടിമിന്നൽ അങ്ങോട്ട് വല്ലാണ്ട് വെട്ടണുണ്ടല്ലോ. നോമിന് വല്ലാത്തൊരു ഭയം. കഴിഞ്ഞ ആണ്ടിൽ ഇതുപോലെ ഇടിമിന്നലേറ്റ എന്റെ അമ്മാമ്മ മരിച്ചത്. ഹൈ, കരിനാക്ക് കൊണ്ടൊന്നും പറയാതെ. കൃഷ്ണ, നമ്മെ കാത്തു രക്ഷിക്കണേ. ശുദ്ധ മനസ്സുള്ളവർക്ക് അപകടം ഒന്നും ഉണ്ടാവില്ലടോ പാച്ച. പക്ഷെ ദുഷ്ട ഇടിമിന്നലേറ്റ് കരിഞ്ഞു പോകുമെന്ന. അയ്യോ പാച്ച, നമുക്ക് മിന്നലേറ്റുണ്ടോ? ദേ, വലത് കയ്യിൽ ഒരു വിറയൽ. തിരുമേനി, സ്വർണം വല്ലതും ഉണ്ടെങ്കിൽ അഴിച്ചു മാറ്റി, അല്ലെങ്കിൽ ഇടിമിന്നലേൽക്കും. ശുംഭ, അതെനിക്കറിയില്ലേ. അതല്ലേ അരഞ്ഞോണ ഊരി നോമി കയ്യിൽ പിടിച്ചിരിക്കുന്നത്. വിട്ടി. അപ്പോഴേ ശ്രീദേവി, കാര്യങ്ങളാകെ അബദ്ധത്തിലാണല്ലോ. ഞാൻ എന്താ ചെയ്യാ? എന്താ കാര്യം? അല്ല, നാളെ എളമടത്തില് ശ്രാദ്ധ. കിഴിഞ്ഞേപ്പുറത്തും നാളെ തന്നെയാ ശ്രാദ്ധം. ശിവ ശിവ, നാം ഒരാളുണ്ട്. രണ്ടിടത്ത് ശ്രാദ്ധത്തിന് പോവും വേണം. അതിനെന്താ, ഒരിടത്ത് അങ്ങോട്ട് പോയാ മതിന്ന് ഉറപ്പിക്കണം. അപ്പോ ഒരിടത്ത് നിന്റെ നമ്പൂതിരി പോവോ? ഒരിടത്ത് പോയാ മതി ഇത്രേ. നഷ്ടാവണതേ ഒരു സദ്യയും ദക്ഷിണയാ. അറിയോ നിനക്ക്? ഓ, ഇങ്ങനൊരു നമ്പൂതിരി തീറ്റാന്നൊരു വിചാരേ ഉള്ളൂ. കഷ്ടം. തിരുമേനി തിരുമേനി, ഒരു വിശേഷം അറിഞ്ഞോ? എന്ത് വിശേഷം? പറയാ അങ്ങോട്ട് വേഗം. അല്ല, ഇന്ന് സ്കൂളിൽ സമരായിരുന്നേ. ഇവിടുത്തെ ഉണ്ണി നമ്പൂതിരി എറിഞ്ഞൊരു കല്ല് ആ കുഴിപ്പറമ്പിലെ ശ്രീധരന്റെ മകന്റെ നെറ്റിയിൽ കൊണ്ടിരിക്കുന്നു. നെറ്റി പൊട്ടി ചോര വന്നുത്രേ. ഹൈ ഉവ്വാ, അവനെ ഉന്നഭാര എറിഞ്ഞ കൃത്യ. എന്താ ഈ പറയണത്? മോന്റെ വഷളത്തരത്തിന് കൂട്ടു നിൽക്കേ. അവനെ ഒന്ന് ഉപദേശിക്കൂ. ശരി ശരി, നോ അവനെ ഒന്ന് ഉപദേശിച്ചു കളയാം. ഉണ്ണി, അവിടെ നിക്കുക. നീ ഇന്ന് ആ ശ്രീധരന്റെ മകനെ എറിഞ്ഞ് തല പൊട്ടിച്ചോ? അയ്യോ അച്ഛ, അത് ഞാൻ ഹെഡ് മാസ്റ്റർ എറിഞ്ഞതായിരുന്നു. അത് മാറിക്കൊണ്ടതാ. കേട്ടില്ലേ? ഉണ്ണി അത് അറിഞ്ഞോണ്ടാവില്ലാന്ന് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ. ആ ചാക്കുകെട്ട് താണകെട്ട് എടുത്തോളൂ. ശ്രീദേവി അവളുടെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം കെട്ടിവെച്ചിരിക്കുന്നതാ. അയ്യോ, ഇത് ചുമന്ന
എന്റെ കഴുത്തൊടിയും. ഈ ചാക്ക് കണ്ടാ തോന്നും ആ തള്ള അവിടെ പട്ടിണിയിലാണെന്ന്. എന്താ തിരുമേനി, തമ്പുരാട്ടിയുടെ അമ്മയ്ക്ക് ദീനം വല്ലതും ആണോ? ഹൈ, അങ്ങനെ ദീനൊന്നുമില്ല, പിന്നെ കേൾവി ശി കുറവാ, അത്രേ ഉള്ളൂ. ഹൈ, ആരത്? വരിക, ഇങ്ങോട്ട് വരിക. ഇതെന്താപ്പം ഇങ്ങനൊരു വരവ്? ഞാൻ കരുതി ഈ വഴിയൊക്കെ മറന്നു. വരണമെന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷേ തിരക്കായതുകൊണ്ടേ ഒരു രക്ഷയില്ല. ആട്ടെ, ദീനൊന്നുമില്ലാലോ അല്ലേ? അച്ഛനോ? അച്ഛൻ ഇപ്പം കടയിലേക്ക് അങ്ങോട്ട് പോയതാ, ഇപ്പൊ വരും. ഇതെന്താ ചക്കാന്ന് പറയുമ്പോ തേങ്ങാന്നാണല്ലോ കേക്കണത്. ആ, ഇപ്പം തന്നെ അങ്ങോട്ട് പോകണമെന്നോ എന്ന് പറഞ്ഞാ പറ്റില്ല. ഊണൊക്കെ കഴിഞ്ഞ് സാവധാനം പോയാ മതി. കൃഷ്ണ ഭഗവാനെ, ചുറ്റിയില്ലോ. ആ, താനെപ്പം വന്നു? അച്ഛാ, ഈ അമ്മയ്ക്ക് തീരെ ചെവി കേൾക്കണില്ല, ഉടനെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണം. എന്ന് പറഞ്ഞ എങ്ങനെയാ? പശുവിനെ വിൽക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ടാ ഞാൻ വരണത്. എന്നിട്ട് നീ ഇപ്പൊ വിൽക്കണ്ടെന്ന് പറഞ്ഞാ എങ്ങനെയാ ശരിയാവുന്നേ? ഹൈ, ഹൗ, നടന്ന് തളർന്നു പാച്ചാ. ആ കുടങ്ങിട്ട് നന്നായിട്ട് പിടിക്കുക. വെയില് കൊള്ളണുണ്ട്. മുത്തുക്കൊടയും പിടിച്ച് പോകാൻ ഇയാളൊരു മഹാരാജാവോ? കുടവയറൻ തിരുമേനി. പാച്ചാ, ഈ ആണ്ടിലെ ഓണത്തിന് മറയിൽ കഥകളി അങ്ങോട്ട് നടത്തണം. വെടിപ്പായിട്ട് നമുക്ക് അങ്ങോട്ട് കഥകളി കാണാം. എന്താ? കന്നൽ കണ്ണി മൗലികരത്ന കലികാരൂപം ധരിച്ചാധരാൽ പൊന്നിൻ മലയണിഞ്ഞു. അസലായിരിക്കണോ ലേ പാച്ചൻ? ഈ മണ്ടൻ നമ്പൂതിരിയുടെ പുറകെ നടന്ന് എന്റെ ജീവിതം തീരുന്ന ലക്ഷണമാണ്. ഇതാ, ഈ വരുന്ന വാഹനത്തിന് തൊട്ടു പിന്നാലെ വമ്പിച്ച കൂട്ടയോട്ട മത്സരം ഇതാ കടന്നു വരുന്നു. ഒന്നാം സമ്മാനം 1 പവൻ നൽകുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വൻ കൂട്ടയോട്ട മത്സരം ഇതാ കടന്നു വരുന്നു. പ്രോത്സാഹിപ്പിക്കുക, വിജയിപ്പിക്കുക. ഒന്നാം സമ്മാനം 1 പവൻ നൽകുന്നു. ഹൈ പാച്ച, ഇതെന്തിനാ ഇവരിങ്ങനെ ഓടണത്? അപ്പൊ തിരുമേനി കേട്ടില്ലേ? ഇതേ ഓട്ട മത്സരമാ. ഒന്നാമതെത്തുവനെ 1 പവനാ സമ്മാനം. ഹൈ, അത് നോമും കേട്ടിരിക്കണു. കേൾക്കാണ്ടിരിക്കാൻ നോമിന്റെ ചെവി പൊട്ടിയിട്ടൊന്നുമില്ല. അതല്ല നോം ചോദിച്ചത്. സമ്മാനം ഒന്നാമതെത്തുന്നവന് മാത്രമല്ലേ ഉള്ളൂ. ബാക്കിയുള്ളവന്മാരൊക്കെ എന്തിനാ വെറുതെ കിടന്ന് ഓടണത്? കഷ്ടം.